KSRTC പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ച തുടരുന്നു. ഗതാഗത മന്ത്രി, KSRTC MD, അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശമ്പള പ്രതിസന്ധി, ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയാണ് പ്രധാന അജണ്ട. ജൂലൈ മാസത്തെ 75% ശമ്പളം വിതരണം ചെയ്തതായി KSRTC അറിയിച്ചു. അതേസമയം ശമ്പള പ്രതിസന്ധിയിൽ തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിൽ ജീവനക്കാരൻ കുടുംബസമേതം നിൽപ്പ് സമരം ആരംഭിച്ചു. കണ്ടക്ടർ ഗോപീഷും കുടുംബവുമാണ് പ്രതിഷേധിക്കുന്നത്. ഞങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഞാനത് വീണ് ഒടിഞ്ഞതാണ്. ഈ കൈയും വെച്ചിട്ടാണ് ഞാൻ ലൈൻ ഡ്യൂട്ടിക്ക് പോണത്. കൃത്യം 16 ഡ്യൂട്ടി കൂടുതൽ ഞാൻ ചെയ്യണമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് 2 മാസമായി. ഞങ്ങൾക്ക് ഇതുവരെ ഈ കൊച്ചിന് ഓണക്കോടി വായിക്കണം, അതുപോലെ നടന്നിട്ടില്ല. ഇനിയിപ്പോ ഈ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് ഫീസ് കൊടുക്കണം. ഇതൊക്കെ എവിടെ നിന്ന് കൊടുക്കണം? ഒരു യൂണിയനും ഇതിന് മുന്നിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സമരമുറ സ്വീകരിച്ചത്. ഈ കൈയുടെ ഓപ്പറേഷന് വേണം കാശ്. ഈ കൈയുടെ ഓപ്പറേഷൻ ചെയ്യണം. എനിക്ക് 2 വിരളനങ്ങില്ല. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. യൂണിയൻകാർ പറയുന്നത് കുറച്ചുകൂടെ ക്ഷമിക്ക്, ഇന്ന് തരും നാളെ തരുമെന്നാണ്. എത്ര നാളിങ്ങനെ ക്ഷമിക്കും? കടക്കാരൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നാണം കിടന്ന ഒരു അവസ്ഥയാണ് ഈ വരുന്നത്. ഇനി ആരുടെ മുന്നിലാണ് ഇനി ചെന്ന് കൈ നീട്ടേണ്ടത്? ആരും പേടിച്ച് നമുക്കൊരു 5-ന്റെ പൈസ തരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇതിന്റെ മറു സമരം എന്ന് പറയുന്നത് ഇവർ തന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. കാണാന്നുള്ളതിൽ അധികമായി. ഇത് അവസാനത്തെ ശ്രമമാണ്. ഒരു യൂണിയൻകാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കണേ. ഇതിന് മാധ്യമങ്ങളെങ്കിലും മുന്നോട്ട് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അടിമകളൊന്നുമല്ല. ഞങ്ങളും അധ്വാനിച്ച് പണിയെടുത്ത കൂലിയാണ് ചോദിക്കണത്. അതിന് കുറെ കൂപ്പൺ തന്നിട്ട് കാര്യമില്ല. ഒരു 4 അംഗമുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് 2000 രൂപ, അല്ലെങ്കിൽ മാക്സിമം പോയി 2000 രൂപയുടെ പലവ്യഞ്ജനം മതി. ഇവർ പറയണ 20,000 രൂപയുടെ 40,000 രൂപയുടെ കൂപ്പൺ തന്നിട്ട് ഈ പലവ്യഞ്ജനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു കാര്യമില്ല. ഇത് ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. ഈ കാട്ടാക്കട ഡിപ്പോയിലെ എല്ലാ KSRTC തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബം നടത്തുന്ന പ്രതിഷേധമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, വേദനകളും വിഷമങ്ങളും കടുത്ത പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ യൂണിയനുകൾക്കും ജീവനക്കാർക്കും ഉള്ളപ്പോൾ ഏത് രീതിയിൽ ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം അതിലേക്ക്. ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ നിന്ന് ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുമായി ഉള്ള ചർച്ച തുടങ്ങിയിട്ട്. സ്വാഭാവികമായി ഇത്രയും ദീർഘമായ ചർച്ചയ്ക്ക് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെല്ലാം ആ രീതിയിൽ സമയം ചെലവഴിക്കാത്തതാണ്. പക്ഷേ KSRTC വിഷയമാണ്. 25,000-ഓളം തൊഴിലാളികളുടെ പ്രശ്നമാണ്. കൂടാതെ ഇത് ആശ്രയിക്കുന്ന ഒരു വലിയ പൊതുജനം ഇവിടെയുണ്ട്. അവരുടെ വിഷയമാണ്. സ്വാഭാവികമായി ആ വിഷയങ്ങളെല്ലാം അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി വിഷയത്തെ കാണുന്നത് എന്ന് വേണം ഇന്നത്തെ ചർച്ചയിൽ മനസ്സിലാക്കാൻ. പ്രധാനമായി ശമ്പള പ്രശ്നവും സിംഗിൾ ഡ്യൂട്ടി ക്രമീകരണവും, ഈ 2 വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് പ്രധാന അജണ്ടയായി വരുന്നത്. ശമ്പളം ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടതി നിർദ്ദേശപ്രകാരമുള്ള 75% ശമ്പളം ജീവനക്കാർക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ 75% കൊണ്ട് ജീവനക്കാർക്ക് ഒന്നുമാകില്ല. കാരണം കഴിഞ്ഞ 2 മാസത്തെ ശമ്പളമാണ് ലഭിക്കാനുള്ളത്. സ്വാഭാവികമായി ഇവരുടെ ഈ ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ പലരുടെയും ശമ്പളത്തിൽ നിന്ന് നേരെ EMI-യിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹോം ലോണിന്റെയോ മറ്റെന്തെങ്കിലും ലോണിന്റെയോ തിരിച്ചടവായിട്ട് അത് പിടിച്ചു പോകാനാണ് സാധ്യത. എന്തായാലും പ്രതിസന്ധി ഈ നേരത്തെ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്ന ഗോപീഷിനെ പോലുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് KSRTC ജീവനക്കാർ എത്രത്തോളം പ്രതിസന്ധി നേരിടുന്നു അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന്. എന്തായാലും ഇവയെല്ലാം കാണേണ്ടത് അധികാരികളാണ്. നിലവിൽ 160 കോടി, അതായത് 25,000-ഓളം വരുന്ന 24,400-ലധികം വരുന്ന KSRTC ജീവനക്കാർക്ക് മുഴുവനായി ശമ്പളം നൽകണമെങ്കിൽ 160 കോടിയോളം രൂപ വേണം. നിലവിൽ സർക്കാർ അനുവദിച്ചത് 50 കോടി രൂപ മാത്രമാണ്. അതിൽ കഴിഞ്ഞ മാസത്തെ ഓവർഡ്രാഫ്റ്റിന്റെ തിരിച്ചടവ് കഴിഞ്ഞ ശേഷം 48
48 കോടി ഉണ്ടായിരുന്നു. അതിന് കൂടാതെ 7 കോടി സർക്കാരിന്റെ KSRTCയുടെ ഫണ്ടിൽ നിന്ന് കൂടി എടുത്ത് 55 കോടിയായിട്ടാണ് ഇപ്പോൾ ശമ്പളമായി വിതരണം ചെയ്തത്. ഇനിയും വേണം പൂർണ്ണമായി ശമ്പളം വിതരണം ചെയ്യണമെങ്കിൽ 25 കോടി. അതുകൂടാതെ ഓഗസ്റ്റിലെ ശമ്പളം ഇനി വിതരണം ചെയ്യാനുണ്ട്, അതിന് വേണം 80 കോടി. സ്വാഭാവികമായി 100 കോടിയിലധികം രൂപ ഇനിയും കിട്ടിയാൽ മാത്രമേ പൂർണ്ണമായി ശമ്പളം ഓണത്തിന് മുമ്പെങ്കിലും കൊടുത്തു തീർക്കാനാകൂ. അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇത് കൂടാതെയാണ് 12 മണിക്കൂർ ഡ്യൂട്ടി വേണമെന്നുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തിയത്. 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ല, 8 മണിക്കൂർ ഡ്യൂട്ടി, അതിനുശേഷം ഉള്ള ഓവർ ഡ്യൂട്ടിക്ക് കൂടുതൽ അലവൻസ് നൽകിയാൽ തയ്യാറാണെന്ന് CITU അടക്കമുള്ള യൂണിയനുകൾ അറിയിച്ചു. പക്ഷേ പ്രതിപക്ഷ യൂണിയനുകൾ BMS, INTUC അടക്കമുള്ള യൂണിയനുകൾ അത് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇത് 3 വട്ടം, അതായത് 3 തവണയായി മന്ത്രിതല ചർച്ച നടന്നു. 3 തവണയും മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 2017 ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി നേരിട്ട് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അപർണ.